രേണുസുതിയെ സാമ്പത്തികമായി മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ സഹായിച്ചത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം സായിയെ പരിഹസിച്ച് അവതാരക ലക്ഷ്മി നക്ഷത്ര രംഗത്ത് എത്തിയിരുന്നു. രേണുവിനെ വെച്ച് ചെയ്ത വീഡിയോകളിൽ നിന്നും കിട്ടിയ തുകയിൽ നിന്നും ഒരു തുക രേണുവിന് കൊടുത്തു എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടപ്പോൾ ചിരിയാണ് വന്നതെന്നാണ് സായിയുടെ പേര് പരാമർശിക്കാതെ ലക്ഷ്മി പറഞ്ഞത്. ഇപ്പോഴത്തെ ലക്ഷ്മിയുടെ പരിഹാസത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സായി. ഈ കാണുന്നതും കാണിക്കുന്നതുമല്ല യഥാർത്ഥ ലക്ഷ്മി നക്ഷത്ര എന്ന് സുധിയുടെ സർക്കിളിൽ ഉള്ളവർ അന്നേ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സായി കൃഷ്ണ പറയുന്നു. സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫസ്റ്റ് ഞാൻ കണ്ടത് സുധിച്ചേട്ടനെക്കുറിച്ച് കരഞ്ഞ് സംസാരിക്കുന്ന ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ ആണ്. ഒടുക്കത്തെ കരച്ചിലാണ്. കമൻറ്റ് ബോക്സ് പോലും ലക്ഷ്മിക്ക് എതിരെയായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോയെ വിമർശിച്ചിരുന്നില്ല. ലക്ഷ്മി ചെയ്ത കൊല്ലം സുധി രേണു കണ്ടന്റുകളുടെ തുടക്കം ഇവിടെയാണ്. ലക്ഷ്മിയുടെയും സുധിയുടെയും സർക്കിളിലുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അന്ന് ഞാൻ ലക്ഷ്മിയെ പിന്തുണച്ച് സംസാരിച്ചപ്പോൾ അവരെല്ലാം എന്നോട് പറഞ്ഞത്, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ സുധിയുടെ സുഹൃത്തുക്കളാണ്. ലക്ഷ്മി കാണിക്കുന്ന കണ്ണീരും ഒലിപ്പിക്കുന്ന സ്നേഹവും ഒന്നുമല്ല സുധി ജീവിച്ചിരുന്നപ്പോൾ ഇവൾ കാണിച്ചിരുന്നത്. ഇക്കാണുന്നതെല്ലാം അല്ല അവൾ. സുധിയെ ഒരുപാട് സഹായിച്ച ഒപ്പം നിന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ലക്ഷ്മിയെപ്പോലെ ഞങ്ങൾക്കും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സെൻറ്റിമെൻറ്റ്സ് കാണിക്കാമായിരുന്നു. ലക്ഷ്മിയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മോനെ എന്നാണ് അവർ അന്ന് എന്നോട് പറഞ്ഞത്. പെർഫ്യൂം രേണുവിന് കൊടുത്തതിൻ്റെ പേരിലല്ല ഞാൻ ലക്ഷ്മിയെ വിമർശിച്ചത്. അക്കാര്യം മാത്രമാണ് ലക്ഷ്മി എന്നെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ലക്ഷ്മി ആ വീട്ടിൽ പോയി രേണുവിൻ്റെ കണ്ണീർ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്തു. 4 ആംഗിളിൽ 4 ക്യാമറ എഡിറ്റിംഗ് പാറ്റേൺ നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച രീതിയെയുമാണ് ഞാൻ വിമർശിച്ചത്. മോണിറ്റൈസേഷൻ ഓണായിരുന്നു. സുധിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ സ്വന്തം ചാനലിലിട്ട് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കി ലക്ഷ്മി അരിമേടിച്ചു. എൻ്റെ സുധിച്ചേട്ടനെ എന്ന പേരിൽ ലക്ഷ്മി ഇട്ട വീഡിയോയ്ക്ക് കിട്ടിയത് 3.3 മില്യൺ വ്യൂ ആണ്. മോണിറ്റൈസേഷൻ ഓണായിരുന്നു. അവരുടെ ചാനൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള രണ്ടാമത്തെ വീഡിയോ ഇതാണ്. 6-7 വീഡിയോ സുധിയും രേണുവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും 10 ലക്ഷത്തിന് മുകളിൽ വ്യൂസുമുണ്ട്. നല്ലൊരു തുക തന്നെ ലക്ഷ്മി ഇതിൽ നിന്നും സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളും ഞങ്ങളും ചെയ്തത് ഒരേ കാര്യമാണ്. പക്ഷേ ലക്ഷ്മി സംസാരിക്കുമ്പോൾ പറയുന്നത് പെർഫ്യൂം കൊടുത്തതിന് വിമർശനം കേട്ടു എന്നാണ്. അതിനല്ല ഞങ്ങൾ ലക്ഷ്മിയെ വിമർശിച്ചത്. റൂട്ട് മാറ്റി വിടരുത്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ രേണുവിനെയും സുധിയെയും വെച്ച് നിങ്ങൾ നടത്തി. അത് നേരിട്ട് ആ വീട്ടിൽ പോയിട്ട് അതിനാണ് വിമർശനം ലഭിച്ചത്. ലക്ഷ്മിയുടെ തുടക്കം ഷിയാസ് കരീമിൻ്റെ വീട് സന്ദർശിച്ചുകൊണ്ടായിരുന്നു. അന്ന് ഷിയാസ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, എൻ്റെ പൊന്നളിയ വൻ സീനായിരുന്നു. കാരണം ലക്ഷ്മിയും ഞാനും കല്യാണം കഴിക്കുമോ എന്നായിരുന്നു നാട്ടുകാരുടെ ചോദ്യം. വീട്ടിൽ വരലും തട്ടമിടലും എല്ലാം. അന്ന് ഷിയാസിൻ്റെ വീട്ടിൽ പോയ വ്ലോഗിലെ ലക്ഷ്മിയുടെ പാറ്റേൺ ഇതായിരുന്നു. അടുത്തിടെയായി ഉല്ലാസ് പന്തളത്തെ വെച്ച് വ്ലോഗുകൾ ചെയ്യുന്നുണ്ട്. ഒരാളെ സഹായിക്കാൻ ലക്ഷ്മി ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ലക്ഷ്മി ആൾക്കാരെ സഹായിക്കുന്നതിനെ അല്ല, അവരുടെ വീഡിയോകളിലെ പാറ്റേണും ആൾക്കാരെ വീഡിയോയിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെയുമാണ് ഞാൻ വിമർശിച്ചത് എന്നും സായി വ്യക്തമാക്കി.